അറബി കോളേജുകൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ മുസ്ലിം സമുദായം അനുഭവിച്ച വലിയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അറബി കോളേജുകൾ മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടതിനെ പരാമർശിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്. അറബി കോളേജുകൾ കേരളത്തിൻ്റെ മണ്ണിൽ മുസ്ലിം സമുദായം ജീവിക്കുന്ന സമയത്ത് അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ മുസ്ലിം സമുദായത്തിന് പ്രാപ്തി നൽകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. എങ്ങനെയാണ് സത്യസന്ധമായി കൃത്യമായി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു അറബി കോളേജുകൾ. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുക എന്ന അന്വേഷണത്തിൻ്റെ ഉത്തരമായിരുന്നു അറബി കോളേജുകൾ. അൽഹംദുലില്ലാഹ്, അതിസുന്ദരമായ രൂപത്തിൽ അറബി കോളേജിനെ പോലെയുള്ള ഗൈഡൻസിനെ പോലെയുള്ള ഒരു വലിയ സംവിധാനം സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ ക്യാമ്പസിനകത്തുണ്ട് എന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് അറബി കോളേജുകളിലൂടെയും മദ്രസകളിലൂടെയും മതസ്ഥാപനങ്ങളിലൂടെയും പള്ളികളിലൂടെയും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റൊരു മതവിഭാഗത്തിലും കാണാത്ത വിധം മതം പറയാനും മതപരമായ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഓരോ കുടുംബത്തിലേക്കും ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് നിങ്ങൾ മതം പറഞ്ഞു കൊടുക്കണം, മതം പഠിപ്പിച്ചു കൊടുക്കണം, മദ്രസയിൽ അവരെ പറഞ്ഞയക്കണം, പള്ളിയിൽ അവരെ നിങ്ങൾ എത്തിക്കണം എന്ന ഓരോ കുടുംബത്തെയും ബോധവൽക്കരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അടിസ്ഥാനപരമായി മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ജനവിഭാഗം മറ്റേതൊരു മതത്തെയും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് മുസ്ലിം ഉമ്മത്താണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ആ മതവിഭാഗങ്ങൾക്കൊക്കെ അവരുടെ മതം എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് ചില ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ ആ വീട്ടിലൊരു ജനനം നടക്കുന്ന ദിവസം അന്ന് ആ വീട്ടിനകത്ത് മതത്തിന് പ്രസക്തി ഉണ്ടാകും. ഒരു മരണം നടക്കുന്ന ദിവസം ആ വീട്ടിനകത്ത് മതത്തിന് പ്രാധാന്യമുണ്ടാകും. മതവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും, ആചാരങ്ങൾ ഉണ്ടാകും. വിവാഹം നടക്കുമ്പോൾ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ മതനിയമപ്രകാരമാകണമെന്ന നിർബന്ധം കാണിക്കുന്നവർ മതവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, ചരമദിനങ്ങളിലോ ജനന ദിവസങ്ങളിലോ മാത്രമല്ല, അടക്കങ്ങളിലും അനക്കങ്ങളിലും ഇളക്കങ്ങളിലും ഒതുക്കങ്ങളിലും സഞ്ചാരങ്ങളിലും ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും കിടക്കുന്നിടത്തും പറയുന്നിടത്തും കേൾക്കുന്നിടത്തും ജീവിതത്തിൻ്റെ ഓരോ അരികിലും മൂലയിലും ദീന് വേണം, മതം വേണം എന്ന നിർബന്ധമുള്ളത് പരിശുദ്ധ ഇസ്ലാമിന് മാത്രമാണ്. അടിസ്ഥാനപരമായി ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ ദീൻ, നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം മതങ്ങളുടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു ഹൈന്ദവ സഹോദരൻ ഒരിക്കൽ പോലും അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിലും ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയാം, അയാൾക്ക് വാദിക്കാം. അല്ലെന്ന് പറയാൻ ആരുടെയും കയ്യിൽ ന്യായങ്ങളൊന്നുമില്ല. ഞായറാഴ്ച ചർച്ചിൽ പോയില്ലെങ്കിലും ഒരു ക്രൈസ്തവ സഹോദരൻ ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് എന്ന് പറയും. അങ്ങനെ അല്ലെന്ന് പറയാൻ ആരെയും നമ്മൾ കാണില്ല. പള്ളി വേണമെന്നും പടച്ചവൻ്റെ അടുത്ത് പോകണമെന്നും പടച്ചവൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്നും അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത് എന്നും മതമായി പറയുന്നത് പരിശുദ്ധ ദീനിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഞാൻ പറയുന്നത് ഒരുപാട് മതങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് എന്ന രീതിയിലല്ല ഇസ്ലാം മനുഷ്യനെ നോക്കിക്കാണുന്നത്. മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളെക്കുറിച്ചും അവനോട് നിയമം പറയുക. രാത്രി ഉറങ്ങുന്നത് ഇങ്ങനെ ആകണം എന്ന് നിയമം പറയുക.
രാവിലെ എഴുന്നേൽക്കുന്നത് ഇങ്ങനെ ആകണം എന്ന് നിയമം പറയുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ചു അദ്ദേഹത്തെ. നിങ്ങൾക്ക് എങ്ങനെയാണ് മലമൂത്ര വിസർജനം കഴിയുമ്പോൾ ശുചീകരിക്കേണ്ടത് എങ്ങനെയാണ്, അതും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് അതെ എന്ന് ഉത്തരം പറയുന്നുണ്ട്. ശരിയാണ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ശുചീകരിക്കേണ്ടത് അത് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായ ഉപദേശങ്ങൾ നൽകാത്ത, ഇസ്ലാമികമായ മാർഗദർശനങ്ങൾ നൽകപ്പെടാത്ത ജീവിതത്തിൻ്റെ ഏത് മേഖലയാണ് നമുക്ക് കാണാൻ കഴിയുക? എല്ലാ രംഗത്തേക്കും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ മുഴുവൻ മേഖലകളിലേക്കുമുള്ള കൃത്യമായ അറിവുകളും അധ്യാപനങ്ങളും പാഠങ്ങളും പഠിപ്പിച്ചു തന്നിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ ദീനുൽ ഇസ്ലാം നമുക്ക് അങ്ങാടിയിൽ പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, ആ ദീനുൽ ഇസ്ലാം വലിയ വോളിയം പുസ്തകങ്ങൾ മഹാപണ്ഡിതന്മാരിലൂടെ രചിക്കപ്പെട്ട് ലോകത്തെ പരിചയപ്പെടുത്താനുള്ളത് മാത്രമല്ല. ആ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് പള്ളി മിമ്പറിൽ ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഖത്തീബിന് ഖുതുബ നിർവഹിക്കാൻ മാത്രമുള്ളതല്ല. ആ ദീൻ എന്ന് പറയുന്നത് മദ്രസ പാഠപുസ്തകങ്ങളിലൂടെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമുള്ളതല്ല. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നാം മുസ്ലിം എന്ന് പറയുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സ്വാധീനിക്കപ്പെടേണ്ടുന്ന, വളരെ കൃത്യമായി ജീവിതത്തിൽ പകർത്തപ്പെടേണ്ടുന്ന, പ്രയോഗവൽക്കരിക്കപ്പെടേണ്ടുന്ന ഒരാശയത്തെയാണ്, ഒരാദർശത്തെയാണ് ഞാനും നിങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മളിൽ മതമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എൻ്റെ വീട്ടിൽ മതമുണ്ടോ? അതൊരു വലിയ ചോദ്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് ഹിന്ദു മതമുള്ളതുപോലെ, സിഖ് മതമുള്ളതുപോലെ, ജൂതന്മാരും ക്രൈസ്തവരും ഉള്ളതുപോലെ മുസ്ലിങ്ങളുമുണ്ട്, ഇസ്ലാം എന്ന് പറയുന്ന മതവുമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം ഉണ്ടോ എന്നല്ല. കേരളത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്, അവിടെ ഇസ്ലാം മതവുമുണ്ട്. എൻ്റെ ചോദ്യം, കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്ത് ഇസ്ലാമിനെ പോലെയുള്ള ഒരു മതമുണ്ടോ എന്നല്ല. കേരളത്തിലെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വീടുകൾക്കകത്ത് മതവിശ്വാസികൾ ജീവിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്, എൻ്റെ വീടിനകത്ത് മതമുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ അങ്ങനെ ചോദിക്കണം. നമ്മളോട്, നമ്മുടെ വീടിനോട്, നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ പേരക്കുട്ടികളോട്, നമ്മുടെ മരുമക്കളോട് നമ്മൾ ചോദിക്കണം, നമ്മുടെ വീടിനകത്ത് ഇസ്ലാം ഉണ്ടോ എന്നൊരു ചോദ്യം. ഈ അധ്വാനങ്ങളൊക്കെ എനിക്ക് മുഴുവൻ പേരും അറിയില്ല. ആരെല്ലാമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള മഹത്തായ ഒരു സ്ഥാപനത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്തവർ, കഠിനാധ്വാനം ചെയ്തവർ, ഇതിൻ്റെ തുടക്കക്കാർ, നമ്മുടെ മുൻഗാമികൾ, ഒരുപക്ഷെ മരണപ്പെട്ട് മണ്ണടിഞ്ഞു പോയവർ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇതിനെല്ലാം വേണ്ടി അധ്വാനിച്ചവർ, പണം ചെലവഴിച്ചവർ, ഒരുപാട് കാലം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, അള്ളാഹു അർഹമായ പ്രതിഫലങ്ങൾ നൽകുമാറാകട്ടെ. എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഒരു അറബി കോളേജ് ഉണ്ടായത്? നമ്മുടെ നാട്ടിൽ എന്തിനാണ് പള്ളി ഉണ്ടായത്? നമ്മുടെ നാട്ടിൽ എന്തിനാണ് മദ്രസകൾ ഉണ്ടായത്? ഞാൻ ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നതിന് വേണ്ടിയാണ്. എൻ്റെ വീട്ടിനകത്ത് ഇസ്ലാം ഉണ്ടോ എന്നൊരു ചോദ്യം. എൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ അങ്ങാടിയിലെ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ വാചാലമായി വർത്തമാനം പറയും. നാട് മുഴുവൻ പുലരേണ്ടുന്ന മതത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ഞാൻ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. തുരുതുരാ എനിക്കൊരക്ഷരം പോലും വിട്ടുപോകാതെ ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് വേണമെങ്കിൽ പ്രസംഗിക്കാൻ കഴിയും. ഞാൻ ചോദിക്കേണ്ടത്, നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ സെക്കൻഡിൽ ആലോചിക്കേണ്ടത്, എൻ്റെ കോമ്പൗണ്ടിനകത്ത് മതമുണ്ടോ? എൻ്റെ വീട്ടിൻ്റെ അകത്ത് മതമുണ്ടോ? അതിരാവിലെ എൻ്റെ വീട്ടിൽ മതമുണ്ടോ? രാത്രി കിടക്കാൻ നേരത്ത് എൻ്റെ വീട്ടിൽ മതമുണ്ടോ? കല്യാണം നടക്കുന്ന ദിവസം എൻ്റെ വീട്ടിൽ മതമുണ്ടോ? ഒരു കശപിശയുണ്ടാകുന്ന ദിവസം, മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ഒരു കലഹമുണ്ടാകുന്ന ദിവസം, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, ഞാനും എൻ്റെ മക്കളും തമ്മിൽ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു കലഹം നടക്കുന്ന ദിവസം, അന്നവിടെ ഇസ്ലാം ഉണ്ടോ? അന്നവിടെ മതമുണ്ടോ എന്ന ചോദ്യം ആ രീതിയിലാണ് സഹോദരങ്ങളെ
സഹോദരിമാരെ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരാത്മപരിശോധനയ്ക്ക് ഞാനും നിങ്ങളും സന്നദ്ധമാകേണ്ടത്. അള്ളാഹു നമ്മളോട് പറഞ്ഞു, എല്ലാ രംഗത്തേക്കും അള്ളാഹു നമുക്ക് നിയമങ്ങൾ പറഞ്ഞു തന്നു. ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളിലും നമ്മൾ എന്ത് പാലിക്കണമെന്നും എന്ത് സ്വീകരിക്കണമെന്നും നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എത്രത്തോളമാണ് മതത്തെ നമ്മൾ കൊണ്ടുവന്ന് അത് പ്രയോഗവൽക്കരിക്കാറുള്ളത്. നിങ്ങൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഖുതുബ കേൾക്കാത്തവർ, ഞാനിങ്ങനെ ഏറ്റവും അവസാനത്തെ കസേരയിൽ ഇരിക്കുന്ന സഹപ്രവർത്തകൻ മുതൽ ഇവിടെ ഏറ്റവും മുമ്പിലിരിക്കുന്ന സഹോദരി വരെ, നിങ്ങളുടെ ജീവിതത്തിലെപ്പോഴെങ്കിലും ഒരിക്കൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഖുതുബ കേൾക്കാത്തവർ, ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ പ്രസംഗം കേൾക്കാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് നിന്ന് ഒരു ഉത്തരം പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലതവണ കേട്ടിട്ടുണ്ട് കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന് പറയുന്ന വിഷയം. എൻ്റെ ചോദ്യം, എൻ്റെ കുടുംബജീവിതത്തിലേക്ക് എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, ഞങ്ങൾക്ക് വലിയൊരു കുടുംബമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന ദീനുണ്ടോ? കുടുംബജീവിതം ഇസ്ലാമിലെന്ന നിയമം പറയുന്ന, അതിൻ്റെ ഖുതുബ പറയുന്ന, അതിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച, അതിൻ്റെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ സംഘാടകരും നേതാക്കന്മാരും ഇതിൻ്റെ പ്രബോധന പ്രവർത്തനം നടത്തുന്നവരുമായ നമ്മുടെ വീടുകൾക്കകത്ത് ഞാൻ വിരൽ ചൂണ്ടുന്നത്, ആവർത്തിച്ച് ഞാൻ വിരൽ ചൂണ്ടുന്നത് എൻ്റെ നെഞ്ചിൻ്റെ നേരെയാണ്. കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ 4 മക്കളും ഭാര്യയും എൻ്റെ ഉമ്മയും അതല്ല കുടുംബം എന്ന് പറയുന്നത്. ഇസ്ലാം കുടുംബം എന്ന് പറയുന്നത് വളരെ വിശാലമായ അർത്ഥത്തിലാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈജിപ്റ്റ് കീഴടക്കുന്നത്. ഏകദേശം ഹിജ്റ 20 ആകുമ്പോൾ, ഹിജ്റ 20-ലാണ് മുസ്ലിങ്ങൾക്ക് ഈജിപ്റ്റ് കീഴടക്കാനാകുന്നത്. റോമിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഈജിപ്റ്റ് മുസ്ലിങ്ങളുടെ ഭരണത്തിലേക്ക് മാറുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ഒരു പ്രവചനം നടത്തി. ഇന്നക്കും സതഫ്തഹൂന മിസ്ര, നിങ്ങൾ മിസ്റിനെ കീഴടക്കുന്ന ഒരു കാലം വരും. മിസ്ർ നിങ്ങൾക്ക് കീഴടങ്ങും, മിസ്റിനെ നിങ്ങൾ കീഴടക്കുന്ന ഒരു കാലം വരും. മിസ്ർ നിങ്ങൾ കീഴടക്കുമ്പോൾ, മിസ്റിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ, ഈജിപ്തിലെ ആളുകളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗമാണ്. മിസ്റിൽ, ഈജിപ്തിൽ അവർ നിങ്ങളുടെ കീഴിലുള്ള സംരക്ഷണം അർഹതപ്പെട്ട ആളുകളാണ്. അതോടൊപ്പം നിങ്ങൾക്ക് അവരോട് കുടുംബ ബന്ധമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതകാലത്ത് ഈജിപ്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സാറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതീവ സുന്ദരിയായ അവരെ അക്രമിയായ ഈജിപ്തിലെ ഭരണാധികാരി ആഗ്രഹിക്കുകയും ബലം പ്രയോഗിച്ച് അവരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിസ്സഹായതയോടുകൂടെ ആ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് സാറയും. അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായത് ആ രാജാവ് ശാരീരികമായി തളർന്നു വീണുകൊണ്ടാണ്. അപകടം മനസ്സിലാക്കിയ മനുഷ്യൻ സാറയോട് അഭ്യർത്ഥിക്കുകയാണ്, നീ നിന്റെ പ്രാർത്ഥന ഒന്നുകൂടെ എന്നെ രക്ഷിക്കാൻ വേണ്ടി, എന്നെ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ, തളർന്നു കിടക്കുന്നിടത്തുനിന്ന് ഞാൻ എഴുന്നേറ്റാൽ ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സാറ അദ്ദേഹത്തിൽ അലിവ് തോന്നി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടുന്നു. അദ്ദേഹം കൊടുത്ത സമ്മാനമാണ്, സാറയ്ക്ക് അദ്ദേഹം കൊടുത്ത സമ്മാനമാണ് ഹാജറ ഈജിപ്തിൽ നിന്നാണ്. ഹാജറ ബീവിയിലൂടെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടാകുന്നത്. അതാണ് നിങ്ങൾക്ക് ഈജിപ്തിൽ കുടുംബ ബന്ധമുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ തൻ്റെ അനുയായികളോട് പിൽക്കാലഘട്ടത്തിൽ പറയുന്നത്. നമുക്കൊക്കെ കുടുംബം എന്തെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും നമ്മുടെ കുട്ടികളുടെ കുട്ടികളും നമ്മുടെ ഉമ്മയും വല്ലിപ്പയും എന്നതിൻ്റെ അപ്പുറം കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ വലിപ്പം പോലും കുറഞ്ഞു വരുന്നൊരു കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം മുകളിൽ, അനേക തലമുറകൾക്ക് മുകളിലുള്ള ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ ഉമ്മ ഹാജറയുടെ നാട് ഈജിപ്റ്റാണ്. അതുകൊണ്ട് ആ നാട്ടിൽ നിങ്ങൾക്ക് കുടുംബക്കാരും സിലത്തുണ്ട്, രക്തബന്ധമുണ്ട് എന്ന് പറയുകയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാട് ഈജിപ്ത് എന്ന് പറയുന്ന നാടിനോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം. കാരണം അവർ നിങ്ങളുടെ കുടുംബക്കാരാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അധ്യാപനത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു, കുടുംബ ബന്ധങ്ങളുടെ മഹത്വങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആരംഭകാലത്ത് അംർ ഇബ്നു അബസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഗ്രാമീണനായ ഒരാൾ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം വന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാ അന്ത്, താങ്കൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന നബിയ്യുൻ, ഞാൻ പ്രവാചകനാണ്. അംർ ഇബ്നു അബസയോട് റസൂൽ പറയാണ്, ഞാൻ പ്രവാചകനാണ്. അദ്ദേഹം ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വമാ നബിയ്യുൻ, നബിയാണ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? വമാ നബിയ്യുൻ, നബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല അല്ലാഹു അർസലനി, അർസലനി അല്ലാഹ്, എന്നെ അല്ലാഹു അയച്ചതാണ്. ആ അർസലക അല്ലാഹ്, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, താങ്കളെ അല്ലാഹു അയച്ചതാണ്? നഅം, അതെ, അല്ലാഹു അയച്ചതാണ്, അതാണ് ഞാൻ നബിയാണ് എന്ന് പറയുന്നത്. ബിമാ അർസലക്, എന്തുമായാണ് താങ്കൾ നിയോഗിതനായത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രബോധനത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അംർ ഇബ്നു അബസ ചോദിക്കുകയാണ്, താങ്കൾ ഒരു പ്രവാചകനാണെന്ന് പറയുമ്പോൾ എന്ത് ദൗത്യവുമായിട്ടാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ബിഅൻ യഅ്ബുദുല്ലാഹ വയുകസ്സിറുൽ ഔസാന വയസിലുൽ അർഹാം. ഏകദൈവാരാധനയെക്കുറിച്ച്, അള്ളാഹനെ മാത്രം ആരാധിക്കേണ്ടതിനെ പറ്റി പറഞ്ഞ്, വിഗ്രഹാരാധനയുടെ നിരർത്ഥകത പറഞ്ഞ്, മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കുടുംബബന്ധം ചേർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച അതേ പ്രാധാന്യത്തോടെ, ശിർക്കും തൗഹീദും പഠിപ്പിച്ച അതേ ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് കുടുംബ ബന്ധങ്ങളെ ചേർക്കുക എന്നത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ഓരോ കുടുംബങ്ങളായി ജീവിക്കുന്നവരാണ്. നമ്മുടെ കുടുംബങ്ങൾക്കകത്തേക്ക്, നമ്മുടെ കുടുംബത്തിലെ വ്യവഹാരങ്ങളുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നാം നമ്മുടെ കുടുംബത്തെ ഇസ്ലാമിക ചിട്ടകൾ അനുസരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തുകയും കുടുംബജീവിതം ഇസ്ലാമികമായ മര്യാദകൾ അനുസരിച്ചുകൊണ്ടാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടുന്ന ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ വരും തലമുറയ്ക്ക് നമ്മുടെ ദീനിനെ കൈമാറി കൊടുക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കൈമാറി കൊടുക്കേണ്ടത്. നമ്മളെപ്പോഴും ആശങ്ക പറയും. നമ്മളിങ്ങനെ നാലാൾ ഒരുമിച്ച് കൂടുമ്പോൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെക്കുറിച്ച് നമ്മൾ ആശങ്ക പറയും. കോളേജിലെ കുട്ടികളുടെ അവസ്ഥ, സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ, കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ അവസ്ഥ, പെൺകുട്ടികൾ, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ത് അപകടകരമായ രീതിയിലാണ് പെൺകുട്ടികൾ മുന്നോട്ട് പോകുന്നത്. ഏതെല്ലാം രൂപത്തിലുള്ള അപകടങ്ങളിലേക്കാണ്, വിപത്തുകളിലേക്കാണ് ആൺകുട്ടികൾ ചെന്ന് വീണുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ആവലാതി പറയാത്ത, ആശങ്ക പ്രകടിപ്പിക്കാത്ത, വേവലാതി പറയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പരിഹാരം എന്താണ്? അത്ഭുത വിളക്കുകളൊന്നും ആരുടെയും കയ്യിലില്ല. വരാൻ പോകുന്ന ഒരു തലമുറയെ നമ്മളിങ്ങനെ കണ്ണിൽ അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും തിന്മകളിലേക്കും അധാർമികതകളിലേക്കും അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വരും തലമുറയെ രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗം? എന്താണ്? ഇന്നലെ ഏതോ വീട്ടിലെ പെൺകുട്ടിയുടെ വിവരമാണ് നമ്മൾ കേട്ടതെങ്കിൽ ആ അധാർമിക പ്രവർത്തനത്തിൻ്റെ, കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ അധാർമിക പ്രവർത്തനത്തിൻ്റെ വാർത്ത നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. പിഴച്ചു പോകുന്ന, ദുഷിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും. രാവിലെ 6 മണിയാകുമ്പോൾ ഒരാളുടെ ഫോൺ കോൾ വന്നു. അയാൾ പറഞ്ഞു, ഒന്ന് സംസാരിക്കണം, കുറച്ച് സമയം ഞങ്ങൾക്ക്, എൻ്റെ ഭാര്യയും ഞാനുണ്ട്, ഞങ്ങളൊന്ന് വന്ന് ഞങ്ങൾക്ക് കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കണം. കുടുംബവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് ഞങ്ങൾ വരുന്നത്.
ഞാനൊരു യാത്രക്ക് വേണ്ടി പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ, ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, ആ വീട്ടിൽ മൂന്നാമത്തെ ഒരു ആൺകുട്ടിയുണ്ട്, പ്രായം തികയാതെ പ്രസവിച്ച, 8 മാസം പോലും ആകുന്നതിന് മുമ്പ് പ്രസവിച്ച ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇപ്പം 19 or 20 വയസ്സുണ്ട്. അവന് വയസ്സ് 20 ആണെങ്കിലും അവൻ്റെ ബുദ്ധിയും വിവേകവും ഒരു 2 വയസ്സുകാരൻ്റെ ബുദ്ധിയും വിവേകവുമാണ്. അപ്പം 19 വയസ്സുള്ള, ശരീരത്തിന് ഒരു 19കാരൻ്റെ വളർച്ചയുള്ള, ശാരീരികമായി ഒരു 19കാരൻ്റെ ആരോഗ്യമുള്ള, ശാരീരിക വളർച്ചയുള്ള ഒരാൺകുട്ടിയെ ഒരു ഉമ്മ പരിചരിക്കുകയാണ്, ഒരു ഉപ്പ ആ കുട്ടിയെ പരിചരിക്കുകയാണ്. നമുക്കതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അവൻ്റെ ബുദ്ധിക്ക് മാത്രമാണ് എന്തെങ്കിലും തകരാറുകളുള്ളത്, കുറച്ച് പ്രയാസങ്ങളുള്ളത്. ബാക്കി അവൻ്റെ ശാരീരികമായ അവസ്ഥകളെല്ലാം ഒരു 19 or 20 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പോലെ തന്നെയാണ്. അവനെയാണ് ഉമ്മയ്ക്ക് പരിചരിക്കേണ്ടത്. അവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാകും എന്നാണ് കരുതിയത്. അവർ വന്നപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ ഉമ്മാൻ്റെ ഒരു വാക്കുണ്ട്. അവർ പറയാണ്, 19 കൊല്ലമായി ഞാൻ എൻ്റെ ഈ കുട്ടിയെ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. വേണമെങ്കിൽ പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലെങ്കിൽ, സ്വർഗനരകങ്ങളെക്കുറിച്ച് വിശ്വാസമില്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ട് നരകിക്കുകയാണ് എന്ന് പറയാം. ഞാൻ ഒരിക്കലും ആ വാക്ക് പ്രയോഗിക്കുകയില്ല. മാത്രമല്ല, ഞാൻ എൻ്റെ ഈ കുട്ടിയെ ഓർത്തിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല. ഉമ്മ പറയാണ്, ഞാൻ എൻ്റെ ആ കുട്ടി ഓർത്ത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. ഞങ്ങൾ സങ്കടം പറയാൻ വന്നത്, ഞങ്ങൾ വേദന പറയാൻ വന്നത്, എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ താങ്കളെപ്പോലുള്ളവർക്ക്? എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ? ഞങ്ങളെ സഹായിക്കാൻ കഴിയോ? ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ? ഈ ചോദിക്കുന്ന ഉപ്പയും ഉമ്മയും ഇസ്ലാമികമായ അടയാളങ്ങളും ഇസ്ലാമികമായ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ഒക്കെയുള്ള ഒരു നല്ല തറവാട്ടിൽ നിന്നുള്ള ഒരു കുടുംബമാണ്. അവർ വന്നിട്ടാണ് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് സങ്കടം പറയാനുള്ളതും പരാതി പറയാനുള്ളതും 25 വയസ്സുള്ള മൂത്ത മകനെ കുറിച്ചാണ്, വലിയ മകനെ കുറിച്ചാണ്. ഒരുപാട് ദീർഘിപ്പിച്ച് ഞാൻ പറയുന്നില്ല. അവനെ ലഹരിക്കടിമപ്പെട്ട് ഒരു നിലക്കും രക്ഷപ്പെടുത്താൻ കഴിയാതെ ഒരു കുടുംബത്തിൻ്റെയും ഒരു നാടിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും ഒക്കെ പ്രശ്നമായി നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുള്ള ഒരു ചെറുപ്പക്കാരൻ മാറുക. എൻ്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടാണ്, ആൺമക്കളുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്. ആൺമക്കളെ പ്രസവിച്ചപ്പോൾ വല്ലാതെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, നിങ്ങളുടെ മടിയിൽ നിന്നിറങ്ങി ട്രൗസർ ഇട്ട് കൊടുത്ത് 2 കാലും കൊണ്ട് അവൻ നടന്ന് വളർന്നു വലുതായി 5 വയസ്സും 10 വയസ്സും കഴിഞ്ഞ് 15ഉം 18ഉം 20ഉം വയസ്സാകുമ്പോൾ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ, അധാർമികതകളിലേക്ക് പോകാതിരിക്കാൻ, തിന്മകളിൽ പെട്ടുപോകാതിരിക്കാൻ, ലഹരിക്ക് അടിമപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് സംരക്ഷണമാണ്, ഏത് തരത്തിലുള്ള വേലിയാണ് നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ചുറ്റും ഞാനും നിങ്ങൾ ഉണ്ടാക്കുന്നത്? അവിടെയാണ് മതപരമായ കുടുംബജീവിതത്തിന് പ്രസക്തിയുള്ളത്. അവിടെയാണ് നമ്മുടെ വീട്ടിലേക്ക് മതത്തെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഞാൻ പറയുന്നത്. അവിടെയാണ് സ്വഭാവത്തിലും വർത്തമാനത്തിലും ഇടപാടുകളിലും പെരുമാറ്റത്തിലും ഭർത്താവിനോട് തെറ്റുമ്പോഴും ഭാര്യയോട് പിണങ്ങുമ്പോഴും അവിടെ ദീനുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത്. പിണങ്ങലും തെറ്റലും പരിഭവം പറയലും അതൊന്നും അനിസ്ലാമികമാണ് എന്ന് പറയില്ല. മാനുഷികമായി അതൊക്കെ സംഭവിക്കും. പക്ഷെ വീട്ടിനകത്ത് ഭാര്യ ഭർത്താവിനോട് തെറ്റുമ്പോൾ, ഭാര്യ ഭർത്താവിനോട് പിണങ്ങുമ്പോൾ, ഭർത്താവ് ഭാര്യയോട് മാനസികമായ പ്രയാസപ്പെടുമ്പോൾ, ആ സന്ദർഭത്തിലും നമ്മുടെ വീട്ടിനകത്ത് നമ്മളെ കണ്ടു വളരുന്ന മക്കളുടെ മുമ്പിൽ ദീനനുസരിച്ചിട്ടാണ് ഞങ്ങൾ പരസ്പരം പിണങ്ങുന്നത്. പിണങ്ങാൻ ദീനുണ്ടോ എന്നല്ല. പിണങ്ങിയപ്പോൾ എൻ്റെ വർത്തമാനം ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടേ ഞാൻ എൻ്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് എൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ വേദന ഉണ്ടായപ്പോൾ പോലും ഞാൻ എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പെടും. എൻ്റെ വർത്തമാനത്തിൽ എൻ്റെ റബ്ബിനെ സൂക്ഷിക്കണം എന്നൊരു നിയമം അത് ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ഉഹദ്ദിസുകും അന്നി വഅൻ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും എന്നെക്കുറിച്ചും കഥ ഞാൻ നിങ്ങൾക്ക് പറയട്ടെയോ, സംഭവങ്ങൾ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ടാണ് അത് ഉദ്ധരിക്കപ്പെടുന്നത്. അവർ പറയാൻ, ഒരു ദിവസം രാത്രിയായപ്പോൾ, അന്ന് എൻ്റെ ഊഴമായിരുന്നു,
അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഭാര്യമാരിൽ എൻ്റെ ഊടമായിരുന്നു അന്നത്തെ ദിവസം. ഞാൻ എൻ്റെ റൂമിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വന്നു, എൻ്റെ അടുത്ത് വന്ന് തലപ്പാവ് അഴിച്ചു വെച്ച് ചെരുപ്പഴിച്ചു വെച്ച് റസൂൽ എൻ്റെ അടുത്ത് കടന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റസൂല് ഒന്നും പറയാതെ ആ തട്ടമെടുത്ത് തിരികെ തലയിൽ തന്നെ വെച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെരുപ്പം ധരിച്ച് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ആയിഷ ബീവി പറയാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് സമയം കിടന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങോട്ടാണ് പോയത് എന്നറിയണം എന്നെനിക്ക് ആഗ്രഹം തോന്നി. ഞാനത് റസൂലുള്ളാഹിൻ്റെ പിന്നാലെ ചെന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ ചെന്നപ്പോൾ മറ്റു ഭാര്യമാരുടെ ഹുജറകളുണ്ട്, അവിടേക്കൊന്നും അല്ല റസൂൽ പോയത്, ബഖീ ഖബർസ്ഥാനിലേക്കാണ്. ഞാൻ പിന്നാലെ പോയി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? ബഖീ ഖബർസ്ഥാനിൽ പോയിട്ട് ഞാൻ ദൂരെ നിന്നാണ് കണ്ടത്. റസൂല് കൈകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ കൈകൾ താഴ്ത്തിയിട്ടു. പിന്നെയും കൈകൾ ഉയർത്തി റസൂല് പ്രാർത്ഥിച്ചു. റസൂല് കൈകൾ താഴ്ത്തിയിട്ടു. മൂന്നാമതും റസൂല് പ്രാർത്ഥിച്ചു കൈകൾ ഉയർത്തിയിട്ട്. എന്ന് റസൂല് കൈകൾ താഴ്ത്തിയിട്ടു. പിന്നീട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് തിരിഞ്ഞു പോരുമ്പോൾ ഞാൻ ധൃതിപ്പെട്ട് നടന്ന് ഞാൻ പെട്ടെന്ന് റൂമിലെത്തി. ഞാനിങ്ങനെ കിതക്കുന്നത് കണ്ടപ്പോൾ റസൂൽ എന്നെ കാണാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് ധൃതിപ്പെട്ട് ഓടിപ്പോന്നു. എന്നിട്ട് ഞാൻ വേഗം റൂമിൽ കയറി ഞാൻ അങ്ങനെ തന്നെ കിടന്നു. റസൂൽ വന്നിട്ട് ചോദിച്ചു എന്നോട്, ആയിഷ നീ എന്താണ് ഇങ്ങനെ കിതക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നീ എന്നോട് മറുപടി പറഞ്ഞില്ലെങ്കിൽ ആയിഷ എന്താണെന്ന് അലീമുൻ ഖബീർ, സർവജ്ഞനായ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് നാഥൻ അള്ളാഹു അതിൻ്റെ വിവരം എന്താണ് എന്ന് എനിക്ക് അറിയിച്ചു തരും. അതുകൊണ്ട് എന്താണ് എന്ന് പറയൂ. ആയിഷ ബീവി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയത്. ബഖയിൽ മറമാടപ്പെട്ടവർക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ, പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ജിബ്രീൽ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് ചോദിച്ചു, ഞാൻ അങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ നീ എന്നോട് ദേഷ്യപ്പെട്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂല്, ഞാൻ അവിടെ കുറച്ച് സമയം കിടന്നിട്ട് നിന്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ നിനക്കെന്നോട് ദേഷ്യം തോന്നിയോ? എന്നോടൊന്ന് മാത്രമല്ല റസൂൽ ചോദിക്കുന്നത്, അള്ളാഹിനോടും റസൂലിനോടും നിനക്ക് ദേഷ്യം തോന്നിയോ എന്ന് ചോദിക്കുന്നുണ്ട്. വഹീൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. നിനക്കങ്ങനെ ദേഷ്യം തോന്നിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആയിഷ ബിവി അതിന് ബല എന്ന് ഉത്തരം പറയുകയാണ്. റസൂൽ പറഞ്ഞു, നിന്റെ കൂടെ നിന്റെ പിശാചുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, നിന്റെ കൂടെ നിന്റെ പിശാചുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, എല്ലാവരുടെ കൂടെയും അങ്ങനെ ശൈത്താൻ ഉണ്ടാകുമോ? പിശാച് മനുഷ്യരെ ദുർബോധനം നടത്താനും പിഴപ്പിക്കാനും ദേഷ്യപ്പെടുത്താനും അങ്ങനെ പിശാച് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ഉത്തരം പറയുന്നുണ്ട്. നിനക്ക് ദേഷ്യം വന്നത് പിശാചിൻ്റെ ദുർബോധനം കൊണ്ടാണ് നിനക്കെന്നോട് ദേഷ്യം വന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് ഓരോരോ ദേഷ്യപ്പെടുന്ന സമയത്ത് പോലും എങ്ങനെ വർത്തമാനം പറയണം ആയിഷ ബീവി അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഭാര്യയോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ, നമുക്ക് ദേഷ്യം വരുമ്പോൾ പോലും, വൈകാരികമായി വർത്തമാനം പറയുമ്പോൾ പോലും അതെങ്ങനെയാകണം? അത് നിങ്ങൾ ശൈത്താനനുസരിച്ച് ശൈത്താൻ്റെ പിടിയിലകപ്പെട്ടുകൊണ്ടാകരുത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് വർത്തമാനം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു തരികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രൂപത്തിൽ ഇസ്ലാമികമായ ചിട്ടകളും മര്യാദകളും ഓരോ രംഗങ്ങളിലും വളരെ കൃത്യമായി അറിഞ്ഞും പഠിച്ചും പാലിച്ചും ജീവിതത്തിൽ പകർത്തിയും നമ്മുടെ കുടുംബത്തിൽ പ്രയോഗവൽക്കരിച്ചും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ മക്കളെ നാളെ പരലോകത്തേക്ക് രക്ഷയുടെ മാർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുക. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. അത് നിങ്ങളുടെ മക്കൾക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കലാണ്. നിങ്ങളുടെ മക്കൾക്ക് നന്മകൾ എന്താണെങ്കിൽ അത് പകർന്നു കൊടുക്കലാണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ എൻ്റെ കുടുംബത്തിന്
ഞാൻ എൻ്റെ കുടുംബത്തിന് നല്ല ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ വീടും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ മക്കളെയും കാണുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഒരുക്കിയ വീടിനേക്കാൾ സൗകര്യമുള്ള അതിസുന്ദരമായൊരു വീട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി മത്സരിക്കുന്നു, ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നു. നിങ്ങൾ ഉന്നതമായ ഒരു കലാലയത്തിൽ നിങ്ങളുടെ മക്കളെ വിട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് മത്സരിക്കുന്നു. നിങ്ങൾ പഠിപ്പിക്കുന്ന അതേ സ്ഥാപനത്തിൽ എൻ്റെ കുട്ടികളെയും പഠിപ്പിക്കണം. അതിന് എന്ത് കടം വാങ്ങേണ്ടി വന്നാലും കഷ്ടപ്പെടേണ്ടി വന്നാലും ഏറ്റവും ഉന്നതമായ കലാലയത്തിൽ കൊണ്ടുപോയി എൻ്റെ മക്കളെ പഠിപ്പിക്കണം. നല്ല കുപ്പായമിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മോൾക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കുപ്പായം എൻ്റെ കുട്ടിക്കും വേണം എന്നൊരു ഉപ്പ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് മത്സരിച്ച് അവനവൻ്റെ കുട്ടികളെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത്, നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഉടുപ്പ് വാങ്ങിക്കൊടുത്ത്, നല്ല വീടും നല്ല സൗകര്യവും നല്ല സംവിധാനങ്ങളും ഏർപ്പെടുത്തി നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്നുണ്ട്. മക്കളെ പോറ്റുന്നതിൽ, മക്കൾക്ക് ഉപജീവന മാർഗമുണ്ടാക്കി കൊടുക്കുന്നതിൽ, അവർക്ക് ആഹാരം നൽകുന്നതിൽ, അവർക്ക് നല്ല വീടൊരുക്കി കൊടുത്തതിൽ പരാജയപ്പെട്ട ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവനവനെ കൊണ്ട് കഴിയുന്നതിൽ ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും ചിന്തിക്കുക, എനിക്കുണ്ടായില്ല ഒരു നല്ല വിദ്യാഭ്യാസം, എൻ്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം. എനിക്ക് നല്ല ഭക്ഷണം എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല, എൻ്റെ കുട്ടിക്ക് നല്ല ഭക്ഷണം കിട്ടണം. ഒരു നല്ല ഉടുപ്പിട്ട് ഞാനൊരിക്കലും പുറത്തു പോയിട്ടില്ല, എൻ്റെ കുട്ടികൾ നല്ല ഉടുപ്പ് ധരിച്ചവർ ജീവിക്കണം. നമ്മളെക്കാൾ നല്ലത് എന്തിലും നമ്മളെക്കാൾ ഉത്തമമായത്, നമ്മളെക്കാൾ മേന്മയുള്ളത് മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ അത് രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ മെല്ലെ എഴുന്നേൽക്കും. എന്നിട്ട് അകത്ത് കൊലായിലോ റൂമിലോ ഉള്ളിലോ ഒന്നും ലൈറ്റ് ഇടാതെ തപ്പിത്തടഞ്ഞ് മെല്ലെ പോയി ടോയ്ലറ്റിൽ കയറിയിട്ട് നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ ഒതുവെടുത്തിട്ട് മെല്ലെ വാതില് ഒച്ചല്ലാണ്ട് തുറന്ന് പുറത്തിറങ്ങി ആരും അറിയാതെ മെല്ലെ സുബഹിക്ക് പള്ളിയിൽ വരും. കുട്ടിക്ക് തടസ്സമാകാതിരിക്കാൻ, പേരക്കുട്ടിക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ കുടുംബത്തിലുള്ള വീട്ടിൽ കിടന്നുറങ്ങുന്ന ആർക്കും ശല്യമാകാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത കാണിക്കുകയാണ്. ആ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മകൾ ആവശ്യപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുത്തു. അവൾ പറഞ്ഞു എനിക്ക് ഇന്ന ചിക്കൻ വേണമെന്ന്. നമ്മളത് എടക്കരങ്ങാടിയിലെ മുന്തിയ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്ത് പാർസൽ വരുത്തിയിട്ട് അത് അവൾക്ക് തിന്നാൻ കൊടുത്തു. അവൾ പറഞ്ഞു നാളെ അടുത്ത ഞായറാഴ്ച ഇന്ന ഭാഗത്തേക്ക് ടൂർ പോകണമെന്ന്. അപ്പം തന്നെ വണ്ടി ഏർപ്പാടാക്കിയിട്ട് അവളുമായി അടുത്ത ആഴ്ച ടൂർ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു. മൂത്തമ്മാൻ്റെ മകളുടെ കല്യാണമാണ്, അന്നത്തേക്ക് ഇന്ന ഉടുപ്പൊക്കെ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ സജ്ജീകരിച്ചു കൊടുത്തു. ആ മകൾ കിടന്നുറങ്ങുമ്പോൾ, ആ മകൻ കിടന്നുറങ്ങുമ്പോൾ അവരറിയാതെ 15, 16, 18, 28, 40 വയസ്സുള്ള മക്കളുടെ അടുത്ത് നിന്ന് പ്രായമായ ഉപ്പയും വല്ലിപ്പയും ഒക്കെ എഴുന്നേറ്റ് അവർ പള്ളിയിലേക്ക് സുബഹിക്ക് ബാങ്ക് കേട്ടപ്പോൾ അവർ പുറത്തു പോവുകയാണ്. വീട്ടുകാരറിയാതെ, വീട്ടുകാരോട് പറയാതെ, ആരെയും വിളിക്കാതെ, ആരെയും ഉണർത്താതെ. ആ സൂക്ഷ്മതയുടെ കാരണം എന്താണ്? എന്തിനാണ് സുബഹിക്ക് നമ്മൾ പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് സുബഹിക്ക് നമ്മൾ പള്ളിയിൽ പോകുന്നത്? ആ കാരണം കൊണ്ട് നമ്മുടെ മകനും പള്ളിയിലേക്ക് വരണമെന്ന തീരുമാനം നമുക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിൽ നമസ്കാരം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ വീട്ടിൽ നിസ്കരിക്കും എന്ന നിർബന്ധമുള്ള ആയിരക്കണക്കിന്, 10,000-കണക്കിന് സ്ത്രീകൾ കേരളത്തിലുണ്ട്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ കേരളത്തിലുണ്ട്. 5:25 ബാങ്ക് കൊടുത്തിട്ട് 5:35, 45 ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമസ്കാരം നടക്കുന്ന സമയത്ത്, അതേ സമയത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഉണരുമ്പോൾ, എണീക്കുമ്പോൾ, സൗകര്യപ്പെടുമ്പോൾ, പറ്റുമ്പോൾ ഉണർന്ന് എപ്പോഴാണോ എണീക്കുന്നത് അപ്പം സുബഹി എന്നല്ല. 5:40 പള്ളിയിൽ, ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ സുബഹി ജമാഅത്ത് നടക്കുന്ന അതേ സമയത്ത് എൻ്റെ വീട്ടിൽ സുബഹി ഞാൻ നമസ്കരിക്കുമെന്ന കണിശതയുള്ള ലക്ഷക്കണക്കിന് സഹോദരിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരങ്ങനെ എഴുന്നേൽക്കും, അവരങ്ങനെ നമസ്കരിക്കും. പക്ഷേ അവർ മകളെ വിളിക്കില്ല, അവർ മകനെ വിളിക്കില്ല, നമ്മുടെ പേരക്കുട്ടികളെ വിളിക്കില്ല, വീട് നമ്മൾ ഉണർത്തില്ല, ആവശ്യമായ ലൈറ്റ് പോലും നമ്മൾ ഇടില്ല. മെല്ലെ ഇരുട്ടത്ത് തപ്പിയും നോക്കിയും പതുങ്ങിയും മെല്ലെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ആരുടെയും ഉറക്കിനെ ശല്യം വരുത്താതെ നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇതെന്തിനാണ് ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോകുന്നത്? സഹോദരിമാരെ, എന്തിനാണ് സുബഹിക്ക് 5:20 തന്നെ വീട്ടിലെ സുബഹി നമസ്കാരം? നിങ്ങൾക്ക് ഇത്ര നിർബന്ധം എന്തിനാണ്? ഇതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നൊരു വികാരമുണ്ടല്ലോ.
ഇതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. സുബഹിക്ക് പള്ളിയിൽ പോകണം, ജമാഅത്തിൽ പങ്കെടുക്കണം, അതിരാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു വികാരം ഉണ്ടല്ലോ. അതെന്തേ നമ്മുടെ കുട്ടിക്ക് വേണ്ടി ചിന്തിക്കാത്തത്? നിങ്ങൾ നിങ്ങളുടെ തടിയെ, ശരീരങ്ങളെ നരകത്തെ തൊട്ട് കാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ സുബഹിക്ക് ഉണർന്നത്. അലാം വെച്ച് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയത്. സുബഹിക്ക് പള്ളിയിൽ നമസ്കാരം നടക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ നിസ്കരിക്കും എന്നൊരു കലണ്ടർ നമ്മൾ ഉണ്ടാക്കി വെച്ചത്. പക്ഷേ മക്കളോട് നമ്മൾ പറയില്ല, പേരക്കുട്ടികളെ നമ്മൾ ഉണർത്തില്ല. 15, 18, 20 വയസ്സായ മക്കൾ സുന്ദരമായി സുബഹിയുടെ സമയവും ഉദയവും ഒക്കെ കഴിഞ്ഞ് അവർ നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നു. രാത്രി അവർ വളരെ വൈകി ഉറങ്ങുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞ നിയമങ്ങളൊക്കെ ലംഘിക്കുമ്പോൾ നമ്മൾ അവരുടെ രക്ഷിതാക്കളായി ജീവിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഫർള് നമസ്കാരം ഒഴിവാക്കിയാൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ സംസാരത്തിൽ നിന്ന് മറ്റൊന്നും നിങ്ങളുടെ മനസ്സിൽ ബാക്കി വെച്ചില്ലെങ്കിലും നിങ്ങൾ ഈ വാക്ക്, എൻ്റെ സംസാരത്തിൽ നിന്ന് ഈ ഒരു വാക്ക് നിങ്ങൾ ബാക്കി വെക്കണം. കാരണം നമ്മൾ ഇരിക്കുന്നവരൊക്കെ രക്ഷിതാക്കളാണ്. 4 മക്കളുടെ രക്ഷിതാവാണ് ഞാൻ. സ്കൂളിൽ 4 മക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാവായി പാരന്റ് എന്ന് പറഞ്ഞ് ചെന്ന് യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പുവെച്ച് പോരുന്ന ഒരാളാണ് ഞാൻ. രക്ഷിതാവാണ്, ഒരുപാട് മക്കളുടെ രക്ഷിതാവാണ് ഞാനും നിങ്ങളും, ഈ ഇരിക്കുന്ന നമ്മളൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും നിർബന്ധ നമസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാ. ഈ വാക്കാണ് നിങ്ങൾ ഈ സംസാരത്തിൽ നിന്ന്, പ്രസംഗത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണേ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. നിർബന്ധ നമസ്കാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണ്. അള്ളാഹു സംരക്ഷിക്കുകയില്ല എന്ന് വഹി ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ തീർത്തു പറഞ്ഞ ഒരുപാട് മക്കളെ പോറ്റേണ്ടുന്ന ഗതികേട്, അത് ദുനിയാവിൽ നമുക്ക് വരുന്ന ദുരന്തമാണ്, നമുക്ക് വരുന്ന പരീക്ഷണമാണത്, നമുക്ക് വരുന്ന ഒരു വലിയ രൂപത്തിലുള്ള അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ പ്രയാസമാണത്. സംരക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞ, എൻ്റെ സംരക്ഷണമില്ല എന്ന് അള്ളാഹു പരസ്യമായി പ്രഖ്യാപിച്ച മക്കളെ, ആ മക്കളുടെ രക്ഷിതാവായി ജീവിക്കേണ്ടി വരിക. സഹോദരങ്ങളെ, നിർബന്ധ നമസ്കാരം ഇല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോ, ഓരോരുത്തരും ആലോചിച്ചോ, അവനവൻ്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചോ. സുബഹി നമസ്കാരം പള്ളിയിൽ നടക്കുമ്പോൾ കിടന്നുറങ്ങുന്ന ആൺമക്കൾ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാ, അവർക്ക് അള്ളാന്റെ സംരക്ഷണമില്ല. ഇതെൻ്റെതോ ഏതെങ്കിലും പണ്ഡിതന്റെ വാക്കോ ഏതെങ്കിലും മഹാന്മാർ എഴുതി വെച്ചതോ അല്ല, വഹി ലഭിക്കുന്ന റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ആ കുട്ടി ഒഴിവാണ് എന്ന്. ആ നമസ്കാരത്തിൻ്റെ സമയത്ത് നമസ്കാരത്തിന് എഴുന്നേൽക്കാതെ ഉറങ്ങുന്ന, അത് ഒഴിവാക്കുന്ന പെൺകുട്ടികൾ, അവരുടെ രക്ഷിതാക്കളായിട്ടാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. മാറ്റങ്ങൾ ഉണ്ടാകണം. മക്കൾക്ക് മതപരമായ കാര്യങ്ങളിൽ മാറ്റമുണ്ടാവുക, മതപരമായ കാര്യങ്ങളിൽ ഉമ്മ അവരുടെ മുന്നിൽ നിന്ന് അവരെ സ്വാധീനിക്കുമ്പോഴാണ്. മക്കൾക്ക് മതപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക, ബാപ്പ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ സ്വാധീനിക്കുമ്പോഴാണ്. എൻ്റെ ഉപ്പയുടെ, എൻ്റെ ഉമ്മയുടെ ഒരു സ്വഭാവമാണ്, അതിൻ്റെ സ്വാധീനമാണ് എന്ന രീതിയിൽ തന്നെയാണ് മക്കളിലേക്ക് മതം പകരേണ്ടത്. 1000 കൊല്ലം വയല് കേട്ടാലില്ലാത്ത സ്വാധീനം ഉമ്മയുടെ പ്രവർത്തനം കൊണ്ട് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപാട് വർഷം ജുമാ ഖുതുബക്ക് ഏറ്റവും മുമ്പിലെ സഫിൽ വന്നിരുന്നിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത പരിവർത്തനം ബാപ്പയുടെ മതപരമായ പ്രവർത്തനങ്ങളിലുള്ള മാതൃകകൾ കൊണ്ട് കുടുംബത്തിനകത്ത് സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഒരു ഇസ്ലാമിക കുടുംബമാക്കി മാറ്റിയെടുക്കുക എന്നത് നമ്മുടെ ഓരോരോ അജണ്ടയായി മാറണം. അത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായി മാറണം. അത് നമ്മുടെ ഏറ്റവും വലിയ താല്പര്യമായി മാറണം. അതിനുവേണ്ടിയാകണം നമ്മുടെ ആലോചനകളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ ആസൂത്രണങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും എല്ലാം അതിനുവേണ്ടിയാകണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതമെന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവ്, പല രൂപത്തിലുള്ള മരണങ്ങളാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണം എന്ന് നമ്മളൊക്കെ പറയുമ്പോഴും
എൻ്റെ മനസ്സിനകത്ത് എൻ്റെ മരണത്തെക്കുറിച്ച് അതിന്ന് നടക്കാനുള്ളതാണ് എന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിക്കുന്നില്ല. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാൻ ഇനിയും പ്രായമായി, പിന്നെയും പ്രായമായി, ഏറെ പ്രായമായി, മക്കൾക്ക് മക്കളായി, പേരക്കുട്ടികളായി, കുടുംബത്തിലെ വല്യപ്പയായി, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ജീവിതങ്ങളെ കേട്ടും കണ്ടും സ്വപ്നം വെച്ചുമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്നത്തെ എൻ്റെ മരണം നമ്മളാരും അങ്ങനെ പറയൂല. ഇന്ന് ഞാൻ മരിക്കുക നമ്മളാരും അങ്ങനെ ചിന്തിക്കില്ല. 4 പെൺകുട്ടികൾ പരീക്ഷയും കഴിഞ്ഞ് പരസ്പരം സംസാരിച്ച് നടന്നു പോകുമ്പോൾ എൻ്റെ വീടും ആ പെൺകുട്ടികളുടെ മരണസ്ഥലവും 5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണ്. 4 പെൺകുട്ടികൾ പരീക്ഷ കഴിഞ്ഞിട്ട് കൂട്ടുകാരികൾ 6-ലോ 7-ലോ 8-ലോ പഠിക്കുന്ന പെൺകുട്ടികൾ അവരിങ്ങനെ കളിതമാശകൾ പറഞ്ഞ് നടന്നു പോകുമ്പോൾ സിമന്റ് കയറ്റി ഒരു ലോറി അവരുടെ തലയിലൂടെ മറിഞ്ഞ് 4 പെൺകുട്ടികൾ ഒരേ സമയം മരിക്കുന്നത് ആരും സങ്കല്പിക്കില്ല, അതാരും പ്രതീക്ഷിക്കില്ല. ആ പെൺകുട്ടികൾ മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾ മാത്രമല്ല, അവരുടെ കുടുംബം മാത്രമല്ല, ആ നാട് മാത്രമല്ല. ആ വാർത്ത വായിച്ച എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറമുള്ളൊരു വാർത്ത വായിച്ചിട്ട് സങ്കടപ്പെട്ട ആളുകൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. മരണം 4 പെൺമക്കളെ ഒരേ സമയം ഒറ്റവസരത്തിൽ ഒരുമിച്ച് മരിച്ചിട്ട് മരണം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദേശം എന്താണ്? മരണം വന്ന് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ മരണങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് ആ മരണം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരാശയം എന്താണ്? എന്ത് കാര്യമാണ് മരണം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്? ഓരോ മരണവും നമ്മളോട് നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. പ്രായമായവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ഒരുപാട് വയസ്സായവർ 85 വയസ്സായി, 90 വയസ്സായി, രോഗങ്ങളുണ്ട്, അവർ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. 45-ാമത്തെ വയസ്സിൽ നമ്മൾ മരിക്കുക, 38-ാമത്തെ വയസ്സിൽ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക. നമ്മൾ ഒരിക്കലും അങ്ങനെ സങ്കല്പിക്കുക പോലും ചെയ്യാതെയാണ് നമ്മുടെ ജീവിതങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ മരണങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. ഓരോ മരണവും, നാട്ടിൽ നടക്കുന്ന ഓരോ മരണവും വാചാലമായി വർത്തമാനം പറയും, ധാരാളമായി സംസാരിക്കുന്നുണ്ട്. ഓരോ മരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇനി എത്ര ദൂരമുണ്ട് എന്ന ചിന്തയാണ് ഉണ്ടാകണമെന്ന് ഓരോ മരണവും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ്, കണ്ണടയും മുമ്പ് നമുക്ക് നമ്മുടെ വീട്ടിനകത്തേക്ക് വെളിച്ചം കൊളുത്താൻ കഴിയണം. അവിടുത്തെ ഇരുട്ട് മാറ്റാൻ കഴിയണം. നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ വീട്ടിനകത്ത് അള്ളാഹുവിൻ്റെ ദീൻ ഉണ്ടാകണം, അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാകണം, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന മക്കൾ ഉണ്ടാകണം, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന പേരക്കുട്ടികൾ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു തലമുറ നമ്മുടെ പിൻഗാമികളായി കടന്നു വരണം. അത് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അത് നമ്മളൊരു ആസൂത്രിതമായി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടിനകത്തുണ്ടാകൂ എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. ഇത് യാന്ത്രികമായി സംഭവിക്കുകയില്ല, യാദൃച്ഛികമായി സംഭവിക്കുകയില്ല. നമുക്ക് നമ്മുടെ ഭാര്യയെ സമീപിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരു കുട്ടിയെ വേണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. റബ്ബി ഹബിലി മിനസ്വാലിഹീൻ. അവിടെ മുതൽ നാളെ മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരുടെ ദീനുമായി ബന്ധപ്പെട്ട നമ്മുടെ ആഗ്രഹങ്ങളും അധ്വാനങ്ങളും ആരംഭിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുക. എപ്പോഴാണ് മക്കളെ നന്നാക്കേണ്ടത്? അവൻ്റെ SLC ഒക്കെ കഴിഞ്ഞ് കോളേജ് പഠനമൊക്കെ കഴിയട്ടെ. എന്താണ് നിങ്ങളുടെ മകൻ സുബഹിക്ക് പള്ളിയിൽ വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉപ്പ എന്നോട് പറഞ്ഞു, അവനെ ഇപ്പം തന്നെ തീവ്രവാദിയാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പള്ളിയിൽ സുബഹിക്ക് വരുന്നത് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ബാപ്പ ഭയപ്പെടുന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് 18 വയസ്സായ മകൻ സുബഹിക്ക് പള്ളിയിൽ പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചല്ല. നിങ്ങൾ ഒരു മകൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് നിങ്ങളുടെ റൂം തുറന്നിട്ട് ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ, ഭാര്യയെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തൊട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പറയണം, റബ്ബി ഹബിലി മിനസ്വാലിഹീൻ. അള്ളാഹുവേ, എനിക്കൊരു കുട്ടിയെ വേണം എന്നല്ല, അള്ളാഹു എനിക്കൊരു സ്വാലിഹീനെ വേണം, എനിക്കൊരു സൽസന്താനത്തെ, ഒരു നല്ല കുട്ടിയെ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തെ സ്പർശിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടം മുതൽ അറിയുമ്പോഴാണ്, അവിടം മുതൽ നമ്മൾ ആലോചിക്കുമ്പോഴാണ്, അവിടം മുതൽ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ്, അവിടം മുതൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി മാറുക. വയസ്സൊരുപാട് മുതിർന്ന് വളർന്ന് വലുതായിട്ട് എൻ്റെ കുട്ടി നന്നാകുന്നില്ലല്ലോ, എൻ്റെ കുട്ടി നേരെയാകുന്നില്ലല്ലോ, ലിബറലിസത്തിൻ്റെ കാലത്ത്, പുതിയ പുതിയ ലഹരിയുടെ ലോകത്ത് എൻ്റെ കുട്ടി നശിച്ചു പോയല്ലോ എന്ന വേവലാതിപ്പെടുന്ന ഒരു തരത്തിലുള്ള ആലോചനയും ആസൂത്രണവും ഇല്ലാത്ത വാപ്പയായി, ഉമ്മയായി നമ്മൾ മാറരുത്. ആദ്യത്തെ ദിവസം ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന ആദ്യത്തെ സെക്കൻഡിൽ നിങ്ങളുടെ നാവ് ഇങ്ങനെ പറയണം, നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉയരണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകുന്ന സന്താനത്തെ, എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഒരു സ്വാലിഹായ സന്താനമാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിലേക്ക് പോകേണ്ടത്. അവിടെ മുതൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട്, നിങ്ങളുടെ കുട്ടികൾക്ക് മതമുണ്ടാകാൻ, ദീനുണ്ടാകാൻ, നന്മയുണ്ടാകാൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ മരിക്കുമ്പോൾ അവസാനമായി നിങ്ങളുടെ കുട്ടിയോട് എന്തു പറയണമെന്ന് ചോദിച്ചാൽ അവിടെയും പരിശുദ്ധ ഖുർആൻ പറയും, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് മതത്തെപ്പറ്റി പറയും, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് ദീനിനെ പറ്റി പറയ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് ഏറ്റവും അവസാനമായി അവൻ്റെ അഖീദയെക്കുറിച്ച് പറയ്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നനായി, മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടി. എന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം എല്ലാ മക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് മരണക്കിടക്കയിൽ കിടന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെ വിളിച്ചാണ് പ്രാർത്ഥിക്കുക? എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കളും കുട്ടികളും കുടുംബവും നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് വർത്തമാനം പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറയും, ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറയും, ക്രിക്കറ്റിനെ പറ്റി നമ്മൾ പറയും, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കും. ലീഗും കോൺഗ്രസും തെരഞ്ഞെടുപ്പും തിരുവനന്തപുരവും ഡൽഹിയും ഒക്കെ നമ്മുടെ ചർച്ചയിൽ വരും. കച്ചവടത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. വീട്ടിനകത്ത്, ഇതെൻ്റെ ആത്മാർത്ഥമായൊരു ചോദ്യമാണ്, വീട്ടിനകത്ത് ഭാര്യയെ അടുത്തിരുത്തിയിട്ട്, മക്കൾ അടുത്തിരുത്തിയിട്ട്, പേരക്കുട്ടികളെയൊക്കെ ചുറ്റുമിരുത്തിയിട്ട്, മക്കളുടെ ഭാര്യമാരെ, മരുമക്കളെയൊക്കെ ഒന്നിങ്ങനെ ചുറ്റുമിരുത്തിയിട്ട് മതപരമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന, മതപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? NV അബ്ദുസ്സലാം മൗലവി, കേരള നദുവത്തുൽ മുജാഹിദീന് ഒന്നാമത്തെ ഒരു കമ്മിറ്റി നമ്മുടെ സംഘടനക്കുണ്ടായപ്പോൾ അതിൻ്റെ തലപ്പത്തിരുന്ന അരീക്കോട്ട മഹാനായ പണ്ഡിതൻ, ഇപ്പോഴും NV കുടുംബം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന, ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ഉള്ള ഒരു കുടുംബമാണ്. ആ മക്കളും അവരുടെ പേരക്കുട്ടികളും അതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ NV അബ്ദുസ്സലാം മൗലവി മരണപ്പെട്ട ദിവസം ചന്ദ്രിക പത്രത്തിൽ, അന്നത്തെ ചന്ദ്രികയുടെ പത്രാധിപർ മരണപ്പെട്ട റഹീം മേച്ചേരി എഴുതിയ ഒരു അനുഭവക്കുറിപ്പുണ്ടായിരുന്നു. NV അബ്ദുസ്സലാം മൗലവിയെ കാണാൻ വേണ്ടി NV അബ്ദുസ്സലാം മൗലവിയുടെ വീട്ടിലേക്ക് റഹീം മേച്ചേരി ഒരു ദിവസം അതിരാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ മൗലവിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ടൊരു കാഴ്ച അദ്ദേഹം ചന്ദ്രിക പത്രത്തിൽ, അത് പറഞ്ഞുകൊണ്ടാണ് മൗലവിയുടെ അനുസ്മരണ കുറിപ്പ് അദ്ദേഹം അന്ന് ആരംഭിക്കുന്നത്. ആ കുറിപ്പിൽ പറയുന്നത്, ഞാൻ ഇങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ പൂമുഖത്ത് കോലായിൽ തന്നെ ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരും, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടെ കോലായ്മ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ദൂരെ നിന്ന് തന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തോ ഒരു ഫാമിലി മാറ്റർ, കുടുംബ വിഷയം, കാര്യഗൗരവമുള്ള എന്തോ ഒരു പ്രശ്നം, അത് അവർ ചർച്ച ചെയ്യായിരിക്കും. ഞാൻ അവിടേക്ക് ചെന്നത്, ആ സമയത്ത് ചെല്ലുന്നത് ഒരനൗചിത്യമായോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പക്ഷേ ഞാൻ ആ വീട്ടിൻ്റെ അടുത്തേക്ക് ചെന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ ഇന്നും അത് വായിക്കുമ്പോൾ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. NV അബ്ദുസ്സലാം മൗലവിയും അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും കുടുംബവും എല്ലാവരും കൂടെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പൂമുഖത്ത് ഒരുമിച്ചിരുന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്ത പണ്ഡിതന്മാർ എഴുതിയ തഫ്സീറുകൾ എടുത്തിട്ട് ഒരാൾ ഒരായത്തോതും, അതിന് ഇന്ന പണ്ഡിതൻ പറഞ്ഞ തഫ്സീർ, ഇന്ന പണ്ഡിതൻ പറഞ്ഞ തഫ്സീർ, ഇന്ന പണ്ഡിതൻ പറഞ്ഞ തഫ്സീർ. ഒരു പണ്ഡിത കുടുംബമാണ്. അവരിങ്ങനെ അത് വായിച്ച്, അത് കേട്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു വീട് ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇസ്ലാമിനെ
എങ്ങനെയാണ് വിശ്വാസത്തെ, എങ്ങനെയാണ് അഖീദയെ, എങ്ങനെയാണ് ദീനിനെ വീട്ടിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമ്മളോട് പ്രസംഗിക്കല്ല ചെയ്തത്. അവർ അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടാണ് അത് നമ്മളെ പഠിപ്പിച്ചത്. ഖുർആനിൻ്റെ കൂടെ ജീവിക്കുന്ന, പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളുടെ സന്ദേശങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഓരോരു കുടുംബത്തെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് മൗലവി കടന്നു പോകുന്നത്. നമ്മുടെ വീടുകളിൽ ഖുർആനിൻ്റെ തഫ്സീറുകൾ ഓരോന്നെടുത്തു വച്ചിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയ പണ്ഡിതന്മാരല്ല നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളും എന്നൊക്കെ പറയാം. പക്ഷേ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു കുറച്ച് ആയത്തുകൾ എല്ലാവരും ഖുർആനിൽ നിന്നൊന്ന് ഓതണമെന്ന് നമ്മുടെ ഏത് വീട്ടിലും നമുക്ക് പരസ്പരം പറയാവുന്നതും തീരുമാനിക്കാവുന്നതും. നമ്മുടെ വീട് അതിരാവിലെ സുബഹിക്ക് തന്നെ ഉണർന്ന് എല്ലാവരും നിസ്കരിച്ച് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ചുറ്റും ഇരുന്നിട്ട് ഒരു 5 ആയത്ത് ഓതി അമാനി മൗലവിൻ്റെ പരിഭാഷ എടുത്ത് തുറന്നിട്ട് ആ 5 ആയത്തിൻ്റെ അർത്ഥം വായിച്ച് പിരിയുന്ന ഒരു കുടുംബമാകട്ടെ എന്ന് പറഞ്ഞാൽ, വാപ്പ അത് പറഞ്ഞാൽ, ഉമ്മ അങ്ങനെ ആയിക്കൂടെ എന്ന് വാപ്പയോട് പറഞ്ഞാൽ തീരുമാനമാകാവുന്ന, നാളെ മുതൽ ആരംഭിക്കാവുന്ന വീടുകളാണ്. അല്ലാതെ എന്ത് മാന്ത്രിക വിദ്യ വെച്ചിട്ട് നാളത്തെ തലമുറയും മക്കളെയും പേരക്കുട്ടികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും അപകടങ്ങളിലേക്ക് നടന്നെടുക്കുന്നവരെയും രക്ഷപ്പെടുത്താം എന്നാണ് ഞാൻ നിങ്ങൾ കരുതുന്നത്. ഖുർആനിൻ്റെ കൂടെ കെട്ടിയിടുക എന്നതല്ലാതെ, പരിശുദ്ധ ഖുർആനിൻ്റെ കൂടെ ചേർത്ത് നിർത്തുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനും സഹായിക്കാനും ആരുടെയും കയ്യിലില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം, ദീനിൻ്റെ സന്ദേശം കിട്ടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അതാണ് ഉണ്ടാവേണ്ടത്. അത് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ പ്രസ്ഥാനത്തിലൂടെ, ദീനിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളിലൂടെയും ക്രയവിക്രയങ്ങളിലൂടെയും അതിനുള്ള ഒരു പരിശ്രമവും അതിനുള്ള ഒരു പരിസരവുമാണ് ഉണ്ടായി വരേണ്ടത്. അതിനുള്ള അധ്വാനങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ആലോചനകൾ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ പോലും പ്രയാസങ്ങളും ദുരിതങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുകയും ശാരീരികമായി മാനസികമായി സന്തോഷവും സംതൃപ്തിയും സമാധാനവും അനുഭവിക്കുന്ന ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വർഗം വിധിക്കപ്പെടുമ്പോൾ കുടുംബസമേതം മക്കളോടൊപ്പം, ഇണകളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, പേരക്കുട്ടികളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു കുടുംബസമേതം എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരിക്കാനും പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ അവനവൻ്റെ ജീവിതങ്ങളിൽ പകർത്തി സത്യസന്ധമായി അവനവൻ്റെ ആദർശത്തോട് സത്യസന്ധത പാലിച്ച് ജീവിക്കാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.